ഹലോ ഗൈസ്, നമുക്കൊരു അടിപൊളി കൃഷിത്തോട്ടം കാണാം കേട്ടോ. ഇതാണ് സംഭവം കേട്ടോ. പയർ നട്ടിരിക്കുന്നുണ്ടോ? ത്രൂ ലൈനാണ്. നല്ല അടിപൊളി കൃഷിയാണ്. ലൈൻ അടിച്ചാണ് സംഗതി നട്ടിരിക്കുന്നത്. ഇവിടെ കണ്ടമാനം കാട്ടുമൃഗങ്ങളുടെ ശല്യമുള്ളൊരു പ്രദേശമാണ് കേട്ടോ. ഇവിടെയാണ് ഈ കൃഷിയൊക്കെ ഇറക്കിയിരിക്കുന്നത് കേട്ടോ. പയറൊക്കെ നട്ടിട്ടുണ്ട്. അത് ഗ്ലാസ്സിനകത്താണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നട്ട വ്യക്തി തൊട്ടപ്പുറത്ത് നിൽപ്പുണ്ട്. അദ്ദേഹത്തെ നമുക്ക് കാണാം. കൃഷിയെ സംബന്ധിച്ച് നമുക്ക് ചോദിക്കാം. കാലുകളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഈ പയറുവള്ളി കയറ്റി വിടാനുള്ള പരിപാടിയാണ്. ഈ കുരങ്ങ് ശല്യം പിന്നെ പയർ പറിക്കുവോ? പറിക്കുവാന്നോ? ഉണ്ടാകും മുതലേ ബമ്പം തീറ്റായിരിക്കും അല്ലേ? അയ്യോ, അതുപോലെ വാഴക്കൊല വള്ളിയൊക്കെ പിടിച്ച് വലിച്ച് താടി ഇട്ടിട്ടൊക്കെ അവ പറിച്ചു തിന്നാ അല്ലേ? അത് വിളയാൻ നോക്കി നിൽക്കുവോ അതോ അല്ലാണ്ട്? ഇല്ല, അതിന്റെ വിളയൊന്നും വേണ്ട. അതിന്റെ മുമ്പ് തന്നെ ആകുമ്പോഴത്തേക്കും അത് അതിലുണ്ടായി വരുന്നുണ്ട്. അപ്പോഴത്തേക്കും അതിങ്ങനെ സാധാരണ കൃഷിക്ക് വേണ്ടി ഉണ്ടാക്കി പോയതാണ്. വിൽപ്പനയ്ക്കൊന്നും അത്രയും ആകുമ്പോഴത്തേക്കും തന്നെ പറിച്ചോണ്ട് പോകും. എന്തൊക്കെയാണ് കർഷകനെ ജീവിക്കാൻ പറ്റിയ ബുദ്ധിമുട്ടാണ്. ഒരു രക്ഷയില്ല, കുരങ്ങിനെ കൊണ്ട് ഇവിടെ ഒരു രക്ഷയില്ല. ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യണം ഇതിനൊക്കെ നടപടികൾ. അയ്യോ, പറയാനുണ്ടെങ്കിൽ എങ്ങനെ ജനങ്ങൾ ജീവിക്കും? വാഴ കൃഷിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതാ ഈ ഇടയ്ക്ക് അപ്പുറത്ത് വാഴ ഇട്ടിട്ട് 15 വാഴ ഒരു ദിവസം വന്നിട്ട് പന്നി കുത്തി പറിച്ചിട്ട് പോയി. എത്ര എങ്ങാനും കളയുന്നങ്ങനെ. എന്താ ചെയ്യാ? കൊരങ്ങനായി, പന്നിയായി, മലാനായി, മുള്ളനായി എന്ന് വേണ്ട. കർഷകരോട് ചോദിക്കേണ്ടി അവർ തല കൈവച്ചു പോവാ. കാരണം കാട്ടുമൃഗങ്ങളെ കൊണ്ട് ഒരു രക്ഷയില്ലെന്നാണ്. അത് രക്ഷയില്ല. എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല പിന്നെ ചെയ്യണം. ഇത് എന്തോരം പ്രായമായ പയറാ? ഇത് നട്ടിട്ട് ഇപ്പൊ 10-15 ദിവസമായിട്ടേ ഉള്ളൂ. 15 ദിവസമായിട്ടുള്ളൂ. ഇത് പിന്നെ എത്ര നാൾ കൊണ്ട് വിളവെടുക്കാൻ പറ്റും? ഇത് 10-40 ദിവസം വരും. 40 ദിവസം കൊണ്ട് വിളവെടുക്കാം അല്ലേ? ഇത് എന്ത് ലക്ഷ്യം വെച്ചോണ്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത്? എപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു അവസരം നോക്കുന്നുണ്ടോ? ശബരിമല സീസണോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. സാധാരണ ഇങ്ങനെ ഈ സമയത്ത് ചെയ്യലുള്ള. ഇതിപ്പോ നേരത്തെ വൃക്ഷത്തിലുള്ളതാണ് എടുക്കുന്നത് സാധാരണ. പക്ഷെ അതിനുള്ള സമയം ആയിട്ട് കിട്ടിയില്ല, എടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ എടുക്കുന്നത്. ഇത് എത്ര തടം പയറുണ്ടാവും? ഇതില് 10-600 തടം ഉണ്ടാവും. ഇത് വള്ളി വലിക്കലും പന്തലിടലെല്ലാം നല്ല മുടക്കല്ലേ? നല്ല മുടക്ക. മറ്റേ ആൾക്കാരെ കൂട്ടുവോ? ഇത് സ്വന്തം ഉള്ളു. ഇത് കാരണം ഇത് ഇത്രയും ഉള്ളതുകൊണ്ട് സ്വന്തം ചെയ്യുന്നല്ലേ? നേരത്തെ പോലെ കൃഷി തന്നെയാണ്. നേരത്തെ കൃഷിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നല്ല ഉണ്ടായിരുന്നു. വില കിട്ടിയായിരുന്നു? അതിന് എത്ര 18 രൂപ വരെ. ഇവിടെ സ്പോട്ടിൽ വന്ന് എടുക്കുവോ അതോ? ഇല്ല, നമ്മൾ റോഡ് കയറ്റി കൊടുക്കണം. അപ്പൊ ചെയ്ത ഒരു ശീലം ഉള്ളതുകൊണ്ട് വീണ്ടും ചെയ്യുന്നു. കിട്ടിയാ കിട്ടി. വാഴകൃഷി ഉണ്ടോ? വാഴകൃഷിയുണ്ട്. താഴെ വാഴയുണ്ടല്ലേ? ഇതന്നെ ഇതും താഴത്തെ. അപ്പൊ അതിനൊക്കെ നാട്ടയാണോ അതോ വള്ളിയാണോ കൊടുക്കുന്നത്? വള്ളി, അത് കാലുകുത്തിയിട്ട് വള്ളിയിട്ട്. ₹20 കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏകദേശം മുതലാവും. ഒരു 20 രൂപ കിട്ടുവാണെങ്കിൽ മെച്ചം അല്ലേ? അതെ. വളവും അതുപോലെ മറ്റു പണികളും എല്ലാം നമ്മൾ അടിവളം കൂടുതലും വരുള്ളൂ. അടിവളം നന്നായിട്ട് ഇടും. ഈ പയറൊക്കെ എങ്ങനെയാ മുളപ്പിക്കുന്നത്? അത് ഇല്ല, അത് സാധാരണ ഇട്ടാ മതി. അപ്പൊ ഇതിന് കൊടുത്തിരിക്കുന്ന ഈ ഗ്ലാസ്, അത് ഗ്ലാസ് വാങ്ങിക്കുന്ന ഞണ്ട് മുറിക്കാണ്ടിരിക്കാൻ ഞണ്ട് മുറിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ? കൊള്ളാം. അപ്പൊ ഇതുണ്ടെങ്കിൽ ഞണ്ട് മുറിക്കൂല. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ കൊടുക്കുന്നല്ലേ? മുഴുത്ത ഞണ്ടാണോ അതോ? സാധാരണ വയലുണ്ടാകുന്ന സീസൺ അത് ഞാൻ കണ്ടു. ഇങ്ങനെ ഈ പല ഭാഗത്തും ഇങ്ങനെ തുളയുണ്ട്. ഇവിടെയൊക്കെ മുറിച്ചിട്ടുണ്ട്. അതെ അല്ലേ? ഇത് ഈ പയർ കയറി പോകാൻ ഈ നാട്ടയാണോ അതോ വേറെ വള്ളി? അത് ഇതില് ഇവിടുന്ന് ഒരു വള്ളി ഈ പൊക്കത്തിൽ ഇങ്ങനെ അടിയിൽ നിന്ന് കെട്ടും. എന്നിട്ട് ഇതേപോലെ സെന്ററിലൊന്ന് വരും. എന്നിട്ട് നൂല് വെച്ചും പടയും. നൂല് വെച്ചും മടങ്ങിട്ട് അതുവഴി ഇങ്ങനെ തോരണം പോലെ. അതെ. നൂല് വെച്ചും മടയും. അതിനുശേഷം വെച്ചിട്ട് മടയും, കയറ്റി വിടും. 2 മാസം ചില്ലറ എങ്ങാണ്ട് വിളവ് കിട്ടുള്ളൂ അല്ലേ? മൊത്തത്തിൽ ഒരു 3 മാസം കിട്ടും. 3 മാസം കിട്ടും. 3 മാസം. പയറിനാണോ പാവലിനാണോ കേട് കൂടുതൽ? കേട് കൂടുതൽ പാവലിനാ.
പാവലിനൊക്കെ എടുക്കുള്ളൂ. അത് കിട്ടിയാൽ കിട്ടിയെന്ന് പറയാനുള്ളൂ. അത്രേ ഉള്ളൂ, അത്രേ. പാവലിന് അതുപോലെ മരുന്നടിച്ച് വളം ചെയ്ത് നല്ലപോലെ നോക്കണം. എന്നെങ്കിൽ മാത്രമേ അത്ര വരില്ല. വിലയും കൂടെ കിട്ടുവാണെങ്കിൽ മെച്ചമുള്ളൂ. പയർ അത്രയും പേടിക്കണ്ട, എന്തായാലും കുറച്ച് കിട്ടും. കുറച്ച് കിട്ടും. ഈ ഒരു കൊല്ലം ഉപയോഗിച്ച വള്ളി വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ വള്ളിയാണ്. അത് വീണ്ടും 2 വർഷം 3 വർഷമൊക്കെ അത് കഴിച്ച് എടുത്തു വെക്കും ഞങ്ങൾ. എടുത്തു വെക്കും. കാരണം വെയിൽ കൊണ്ട് പിന്നെ പോകാതിരിക്കാൻ ചാക്കിലിട്ട് എടുത്തു വെക്കും. പേര് ഞാൻ മറന്നു എന്നോട് പറഞ്ഞേ. കുങ്കൻ. ഓക്കെ. മക്കളൊക്കെ ഇല്ലേ? ഉണ്ട്. എല്ലാവരും ഓരോ തൊഴിലും കാര്യങ്ങളൊക്കെ. മക്കളെ 2 പേരേ ഉള്ളൂ. 2 ആൺപിള്ളേരാ. ഇവിടെ എത്ര കാലമായി ഇവിടെ താമസം തുടങ്ങിയിട്ട്? നമ്മൾ ജനിച്ചു വളർന്നതാണ്. ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ്റെ കാലം മുതൽ ഇവിടെ ഉണ്ട്. ഈ വെള്ളമൊക്കെ നല്ല വേനൽക്കും ഇതിൽ തന്നെ വെള്ളം. അത് മേലെ തോട് തിരിക്കാൻ മേലെ ഇനി അപ്പുറത്ത് നിങ്ങൾ തോട് കണ്ടില്ലേ, അത് മേലെ കെട്ടിത്തിരിച്ച് നല്ല വെള്ളം വരും. വറവിന്റെ ചെറിയത് വരുന്നുള്ളൂ, നല്ല വരും. പിന്നെ ഈ പയറിന് വെള്ളം കോരി ഒഴിക്കുവാണോ അതോ ഈ സ്പ്രിംഗ്ലർ അങ്ങനത്തെ കൊടുക്കാൻ പറ്റില്ല? പൈസ മുടക്കി 200 ഒക്കെ തരാം. ചിലപ്പോൾ നമ്മൾ വാഴ തോട്ടമൊക്കെ കാണുമ്പോൾ നല്ല അടിപൊളി തോട്ടമായിരിക്കും, പക്ഷെ അവർ എന്തോരം കാശ് ഇറക്കിയിട്ടുണ്ട്. അയ്യോ പൈസ അതാ ഇപ്പൊ 4 വളം കഴിഞ്ഞാൽ ഇനി ഒരു 3 വളം കൂടെ ചെയ്യണം. ഇതിന് ചെയ്യണം, എന്നാലേ കൊലച്ചാവുള്ളൂ. 4 വളം തന്നെ ഇതിന് ഒരു ചാക്ക് വളത്തിന് 1500 കൊടുക്കണം. അതെ അല്ലേ? അതെ 1500. ഫാക്ടംബോസ് ഏതാ? 16. ഈ പയറിന് ഫാക്ടംബോസും പറ്റും, 16 പറ്റും. ചാണകം കലക്കി വയ്ക്കലാണ് മെയിൻ പണി അല്ലേ? ഇതിന് ഈ കേട് വന്നാൽ ഈ കീടങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും? അതിനെല്ലാം മരുന്നൊക്കെ ഉണ്ട്. പിന്നെ പയറിന് പിന്നെ നമ്മളങ്ങനെ അടിക്കലൊന്നുമില്ല. നമ്മള് ഭക്ഷണം കഴിക്കുന്നതല്ലേ. അതെ. ഈ ജൈവ പിന്നെ ഇങ്ങനെ കീടനാശിനികളൊക്കെ ഉണ്ട്. അതിനൊക്കെ പുഴുവിന് വരുന്നതിന് അടിക്കാനുള്ളതൊക്കെ ഉണ്ട്. അതിന് പിന്നെ ദോഷമില്ലാത്ത മരുന്നുകളാണ് അതിനൊക്കെ. അതെ. അതൊന്നും പിന്നെ അടിക്കലൊന്നുമില്ല, നമ്മള് കുറച്ചല്ലേ ഉള്ളൂ. വലിയ കൃഷിക്കാരൊക്കെയാണ് അതൊക്കെ മേടിച്ച് അങ്ങനെ ചെയ്യുന്നത്. നമ്മളതിന് കുറച്ചല്ലേ ഉള്ളൂ. ഇതിവിടെ മാർക്കറ്റ് ഇവിടെ ടൗണിൽ തന്നെ കൊടുക്കാം. അപ്പോൾ ഗൈസ്, കുങ്കേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടല്ലോ അല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ ഇത് കൃഷി ചെയ്ത് ഈ ഉൽപ്പന്നങ്ങളൊക്കെ മാർക്കറ്റിലേക്ക് വരുന്നത് കാട്ടുമൃഗങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ചുകൊണ്ടാണ് വരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ വണ്ടിയിലൊക്കെ കൊണ്ട് ഇതിങ്ങനെ ഇറക്കി വിൽക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് എത്രമാത്രം ഉണ്ടെന്ന് ഈ കർഷകനിൽ നിന്ന് നമ്മൾ ശ്രദ്ധിച്ചു. നമ്മൾ കാണുന്ന സ്ഥലം തന്നെ വയനാടാണ്. വയനാട്ടിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഇഷ്ടം പോലുള്ളതാണ്. എല്ലാ പ്രദേശത്തും തന്നെ കാട്ടുമൃഗങ്ങളുണ്ട്. കുരങ്ങ്, പന്നി, മലാൻ എന്ന് വേണ്ട എല്ലാ മൃഗങ്ങളും ഈ വയനാട് ജില്ലയുടെ എല്ലാ ഭാഗത്തും ഉണ്ട്. ഇതിൻ്റെ എല്ലാ ആക്രമണത്തിൽ നിന്നാണ് ഇതുങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടാണ് കർഷകർ ഓരോ കൃഷിയും ചെയ്ത് നാട്ടിലേക്ക് അല്ലെങ്കിൽ ടൗണിലേക്ക് അതിൻ്റെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് വിൽക്കാൻ വരുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെ കഷ്ടപ്പാടുകൾ ഇപ്പോൾ ഒരാളിൽ നിന്ന് നമ്മൾ കേട്ടു. ഇനി മറ്റുള്ളവരുടെ എന്തുമാത്രം അനുഭവങ്ങളുണ്ട്. എന്തൊക്കെയായാലും ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്താൻ പോവാണ് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഞാൻ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വരാം. ബായ്.